പ്രിയപ്പെട്ട പഠിതാക്കളെ, നീത എഡ്യു കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഭൗതികശാസ്ത്രത്തിലെ, അതായത് 10ാം തരം തുല്യതയുടെ ഭൗതികശാസ്ത്രത്തിലെ 1ാമത്തെ അധ്യായം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രകാശപാതയിലൂടെ എന്നതാണ് അധ്യായത്തിൻ്റെ പേര്. നമ്മൾ കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, സമതല ദർപ്പണം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇതും ജസ്റ്റ് പറഞ്ഞു, എന്നാലും ആ പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണെന്ന് നമ്മൾ ക്ലാസ് വരച്ച് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ, വസ്തു വളരെ അകലെ വെക്കുമ്പം പ്രതിബിംബ ഫോക്കസിൽ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം. അതുപോലെ നമുക്കിനി ഇത് ആണ് നമുക്ക് ചെയ്ത് നോക്കേണ്ടത്. വസ്തു 2Fന്, അതായത് സി വക്രതാ കേന്ദ്രത്തിന് അപ്പുറം വെക്കുമ്പോൾ എവിടെ പ്രതിബിംബം കിട്ടുന്നു എന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനി വരച്ചും കൂടെ നമുക്ക് തെളിയിക്കണം. നമുക്ക് വരച്ച് നോക്കാം. ആദ്യത്തേത് വസ്തു സിക്കപ്പുറം തൽക്കാലം നമ്മുടെ കയ്യിലൊരു കോയിനൊക്കെ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു റൗണ്ടായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വരയ്ക്കാൻ പറ്റും. ജസ്റ്റ് ഇതാ കോൺകേവ് ദർപ്പണം. നമ്മുടെ ഇവിടെ ഇതാ കോൺകേവ് ദർപ്പണം ഉൾഭാഗം കുഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗമാണ് പ്രതിപതന തലം. ഇനി നമുക്ക് പോൾ അടയാളപ്പെടുത്താം. ഇനി വക്രതാ കേന്ദ്രം, അതിൻ്റെ രണ്ടും കൂടെ മധ്യത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് അളന്ന് നോക്കാം. ഇവിടെയായിരിക്കും നമ്മുടെ എഫ് ഫോക്കസ് വരുന്നത്. അപ്പോൾ ഇത് സി എന്ന് പറഞ്ഞാൽ വക്രതാ കേന്ദ്രം. സിക്കപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വെക്കാം. വസ്തുവിന് പകരം നമുക്ക് ഇങ്ങനെ നല്ല ക്ലിയറായിട്ട് വരയ്ക്കട്ടെ. ഇത് മുഖ്യ അക്ഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വസ്തു നമുക്കിങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു കിരണം സമാന്തരമായി പോവുകയാണെങ്കിൽ ഫോക്കസിൽ കൂടെ പോകും, വേറൊരു കിരണം ഫോക്കസിൽ കൂടി പോകുകയാണെങ്കിൽ സമാന്തരമായി പോകുമെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നോക്കാം. ഒരു കിരണം സമാന്തരമായി പോയി. ഇങ്ങനെ പ്രകാശകിരണത്തിന് ഇങ്ങനെ ഇടണം. പ്രകാശകിരണത്തിൻ്റെ സിമ്പൽ ഇതിങ്ങനെ. എന്നിട്ടത് എങ്ങനെയാണ് പ്രതിപദിക്കുന്നത്? ഇതിലെയാണ് ഫോക്കസിൽ കൂടെ. അപ്പോൾ ഫോക്കസിൽ കൂടി ഇതിങ്ങനെ നീട്ടി അങ്ങ് ഇട്ടോളുക കേട്ടോ. എവിടെയാണ് ഇത് തമ്മിൽ, ഈ രണ്ട് കിരണങ്ങളും തമ്മിൽ കൂടി ചേരുമ്പോഴത്താണല്ലോ നമുക്ക് പ്രതിബിംബം കിട്ടേണ്ടത്. ഇനി ഒരു കിരണം എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു കിരണം ഫോക്കസിൽ കൂടി പോയിട്ട്, അതായത് രണ്ട് കിരണങ്ങൾ തമ്മിൽ കൂടി ചേർന്നുമ്പോഴാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. വസ്തുവിൽ നിന്ന് ഒരു രണ്ട് കിരണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ രണ്ട് കിരണമേ കാണിക്കുന്നുള്ളൂ. ശരിക്കും ഒരു വസ്തുവിനെ കാണണമെങ്കിൽ വസ്തുവിൻ്റെ മുകളിൽ പ്രകാശം പതിച്ച് അത് പ്രതിഫലിക്കണ്ടേ? ഇവിടെ രണ്ട് കിരണങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കിരണം ഇങ്ങനെ സമാന്തരമായി പോയി ഫോക്കസിൽ കൂടെ തിരിച്ചു പോകുന്നു, പ്രതിഫലിച്ചു പോകുന്നു. വേറൊരു കിരണം ഫോക്കസിൽ കൂടെയാണ് ദർപ്പണത്തിലേക്ക് പതിക്കുന്നത്. ഫോക്കസിൽ കൂടി ദർപ്പണത്തിലേക്ക് പതിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? സമാന്തരമായിട്ട് പോകുന്നു. ഫോക്കസിൽ കൂടി പതിക്കുന്നു, ഫോക്കസിൽ കൂടി ഇവിടെ വന്ന് തട്ടിയിട്ട് സമാന്തരമായിട്ട് പ്രതിഫലിച്ചു പോകുന്നു. സമാന്തരമായിട്ട് പ്രതിഫലിച്ച് പോകുന്നു. ഈ വന്ന കിരണവും, ഇതിൻ്റെ സിമ്പലാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഈ വന്ന കിരണവും തമ്മിൽ ഇവിടെയല്ലേ കൂട്ടിമുട്ടിയത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് പ്രതിബിംബം. അപ്പം സിക്കപ്പുറേ വസ്തു വെച്ചാൽ പ്രതിബിംബം ഉണ്ടാകുന്നത് സിക്കും എഫിനും ഇടയ്ക്ക്, ഇതിനേക്കാൾ ചെറുത്, തലകീഴായത് യഥാർത്ഥം.
അപ്പോൾ വസ്തു സിക്ക് അപ്പുറം വെച്ചാൽ പ്രതിബിംബം സിക്കും എഫിനും ഇടയ്ക്ക് രൂപപ്പെടുന്നു. പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് യഥാർത്ഥം തലകീഴായത്. അതാണ്. ഇനി അടുത്തത് നമുക്ക് വസ്തു സിയിൽ വെക്കുമ്പോൾ ഇതിനേക്കാളും ചെറുത് തലകീഴായത് യഥാർത്ഥം. ഇനി വസ്തു സിയിൽ വയ്ക്കുമ്പോൾ സിയിൽ ഇത് ഇത്രയും. ഇനി വസ്തു സിയിൽ വെക്കുന്നതാണേ. അപ്പോൾ നമ്മൾ വീണ്ടും വരയ്ക്കുന്നു അല്ലേ, ദർപ്പണം വരയ്ക്കുന്നു. കുറച്ചും കൂടെ നന്നായിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഇത് ഇത്രയും മതി. നിങ്ങൾക്കൊരിക്കലും ഇത് ഇതൊന്നും വരയ്ക്കാൻ വരാറില്ല. ലെൻസിൻ്റെ വരുമ്പോഴേ വരയ്ക്കാൻ വരാറുള്ളൂ. എന്നാലും ഇതെങ്ങനെ പ്രതിബിംബം വരുന്നത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കണമല്ലോ, അതിനു വേണ്ടി മാത്രമാണ് വരയ്ക്കുന്നത്. ഇത് പോളിൽ കൂടെയാണ് പോളിലും വക്രതാകേന്ദ്രത്തിലും കൂടിയാണ് മുഖ്യ അക്ഷം കടന്നു പോകുന്നത്. അപ്പം നമുക്കിനി വക്രതാകേന്ദ്രം അടയാളപ്പെടുത്തണ്ടേ. ഇത് വക്രതാകേന്ദ്രം, ഇത് ഫോക്കസ്. വസ്തു സിയിൽ നിന്ന് പറഞ്ഞാൽ വക്രതാകേന്ദ്രത്തിൽ വസ്തു വെക്കുമ്പോൾ എങ്ങനെയാണെന്ന്, 2 കിരണങ്ങൾ കൂടി യോജിക്കുമ്പോഴാണ് പ്രതിബിംബം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഒരു വസ്തു ഇതാ ഇവിടെ വെക്കുകയാണ്, ഇങ്ങനെ ഒരു വസ്തു. ഇനി ആദ്യം ഒരു കിരണം സമാന്തരമായി പോകുന്നു. എന്നിട്ട് അത് ഏതിലെയാണ് പ്രതിഫലിച്ച് പോകുന്നത്? എഫിൽ കൂടെ അല്ലേ. നമ്മളിങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ മതി. ഇനി ഒരു കിരണം ഇതിലേ പോകും? ഒരു കിരണം എഫിൽ കൂടി കടന്നു പോയിട്ട് സമാന്തരമായി പോകും. എഫിൽ കൂടി കടന്നിട്ട് സമാന്തരമായിട്ട് രണ്ടും കൂടെ കൂട്ടിമുട്ടി ഇതിവിടെയല്ലേ, ഇവിടുന്ന് വരച്ച് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ, സിയിൽ വസ്തു വെക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രതിബിംബം സിയിൽ തന്നെയാണ് വരുന്നത്, പക്ഷേ തലകീഴായത്. വസ്തുവിൻ്റെ അതേ വലിപ്പം, ഈ അളവും തുല്യമായിരിക്കും. വസ്തുവിൻ്റെ അതേ വലിപ്പം, യഥാർത്ഥം തലകീഴായത്. ഇവിടെ സിക്ക് അപ്പുറം വെച്ചപ്പം ചെറുത് കിട്ടി, തലകീഴായത്. സിയിൽ വെക്കുമ്പം അതേ വലിപ്പം, തലകീഴായത്. കോൺകേവ് ദർപ്പണങ്ങൾ മാത്രമേ യഥാർത്ഥ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മളിനി പഠിക്കാൻ പോകുന്നു കോൺവെക്സ് ദർപ്പണങ്ങൾ മിഥ്യാ പ്രതിബിംബങ്ങളാണ്. പ്രതിബിംബം ഉണ്ടെന്ന് നമുക്ക് തോന്നലേ ഉണ്ടാക്കുകയുള്ളൂ. ഇനി അടുത്തത് സിക്കും എഫിനും ഇടയ്ക്ക് ഇനി നമുക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് ഈ അളവ് ഇങ്ങോട്ടും എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ പെട്ടെന്നൊന്നും മനസ്സിലാകാൻ വേണ്ടി ചെറിയ അളവ് എടുക്കുന്നതേ ഉള്ളൂ. വലിയ അളവുകളും നമുക്ക് എടുക്കാം. പോളിൽ നിന്നും വക്രതാകേന്ദ്രത്തിലും കൂടെ മുഖ്യ അക്ഷം പോകുന്നു. ഇത് പോൾ. ഇത് വക്രതാകേന്ദ്രത്തിൻ്റെയും പോളിൻ്റെയും മധ്യത്തിലായിട്ടാണ് നമ്മുടെ ഫോക്കസ് വരുന്നത്.
നമ്മളെന്താണ് സിക്കും എഫിനും ഇടയ്ക്കല്ലേ, അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മൾ വസ്തു വെക്കേണ്ടത്. ചെറിയ സ്കെയിൽ ഇതിനിടയ്ക്ക് നമ്മൾ വസ്തു വെച്ചു കേട്ടോ. വസ്തു വെച്ചു. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആകുന്നില്ലേ? പെൻസിലിന് തെളിച്ചമില്ലേ? വസ്തു വെച്ചു. എന്നിട്ട് ഒരു കിരണം നേരത്തെ പറഞ്ഞ പോലെ സമാന്തരമായി പോകുന്നു. അത് ഫോക്കസിൽ കൂടി പ്രതിഫലിക്കുന്നു. ഫോക്കസിൽ കൂടി തിരിച്ചു പോകുന്നു കേട്ടോ. ഇനി വേറൊരു കിരണമോ ഫോക്കസിൽ കൂടി പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? സമാന്തരമായി പോകുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയത് എവിടെയാണ്? ഇവിടെയല്ലേ. അപ്പോൾ ഇവിടെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നത്. കണ്ടോ? അപ്പം സിക്കും എഫിനും ഇടയ്ക്ക് വസ്തു വെക്കുമ്പോൾ ഒരു കിരണം ഇങ്ങനെ പോയി, അത് ഫോക്കസിൽ കൂടെ പ്രതിഫലിച്ചു പോയി. വേറൊരു കിരണം ഫോക്കസിൽ കൂടി വന്നിട്ട് സമാന്തരമായി പോയി. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് സിക്ക് അപ്പുറമാണ്, ഇതിനേക്കാൾ വലുതാണ്, തലകീഴായതാണ്, യഥാർത്ഥമാണ്. അപ്പം സിക്ക് എഫിന് ഇടയ്ക്ക് വസ്തു വെച്ചാൽ സിക്ക് അപ്പുറമാണ് പ്രതിബിംബം കിട്ടുന്നത്. വലിയ പ്രതിബിംബമായിരിക്കും, യഥാർത്ഥം തലകീഴായതാണ്. സിക്ക് എഫിന് ഇടയ്ക്ക് സിക്ക് അപ്പുറം വലുത്, യഥാർത്ഥം തലകീഴായത്. ഇനി എഫിൽ വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇനി അടുത്തത് എഫ് അല്ലേ. എഫിൽ വെക്കുമ്പോൾ ഇതിവിടെ കേട്ടോ പ്രതിപതനതലം, അതറിയാമല്ലോ. എല്ലാത്തിനും അടയാളപ്പെടുത്തണ്ടെന്ന് ഓർത്തിട്ടാണ്. മുഖ്യ അക്ഷം നമുക്ക് വരയ്ക്കാം. വക്രതാകേന്ദ്രം, ഫോക്കസ്. ഇനി നമ്മൾ എവിടെയെന്നാണ് പറഞ്ഞത്? എഫിൽ വെക്കുന്നു അല്ലേ? ഒരു മിനിറ്റ്, എഫിൽ. അപ്പോൾ ഇവിടെ വസ്തു വെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എവിടെയൊക്കെയാണ്? സിക്കപ്പുറം, സിയിൽ സിക്ക് എഫിനും ഇടയ്ക്ക്. ഇനി നമുക്ക് എഫിൽ, അതായത് ഫോക്കസിൽ വസ്തു വെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഫോക്കസിൽ നമ്മൾ വസ്തു വയ്ക്കുന്നു. നമ്മൾ പറഞ്ഞു ഒരു കിരണം എന്ത് ചെയ്യുന്നു? സമാന്തരമായി പോകുന്നു, എന്നിട്ട് ഫോക്കസിൽ കൂടെ പോകുന്നു. കിരണത്തിന് അടയാളപ്പെടുത്തിയതേക്കുന്നതാണ്. ഫോക്കസിൽ കൂടി തിരിച്ചു പോകുന്നു എന്നല്ല, പ്രതിഫലിക്കുന്നു. വേറൊരു കിരണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പിന്നെ വക്രതാ കേന്ദ്രത്തിൽ കൂടി പോകുന്നത് തിരിച്ച് വക്രതാ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് പ്രതിഫലിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാ വക്രതാ കേന്ദ്രത്തിലേക്ക് ഒരു കിരണം വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നു. അത് തിരിച്ച് അതേ വഴിയിലേക്ക് തന്നെ പ്രതിഫലിച്ചു പോകുന്നു. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്, വക്രതാ കേന്ദ്രത്തിലേക്ക് പോകുന്നതെല്ലാം വക്രതാ കേന്ദ്രത്തിൽ കൂടി തന്നെയാണ് തിരിച്ച് പ്രതിഫലിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ രണ്ട് പ്രതിപതന കിരണങ്ങൾ എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? പ്രതിപതന കിരണങ്ങൾ ഇതാ ഇവിടെയൊക്കെ കൂട്ടിമുട്ടിയപ്പോഴല്ലേ നമുക്ക് പ്രതിബിംബം കിട്ടിയത്. ഇവിടെയൊക്കെ ഇത് രണ്ടും കൂട്ടിമുട്ടിയപ്പോഴാണ് നമുക്ക് ഇവിടെ പ്രതിബിംബം കിട്ടിയത്. പക്ഷേ ഇവിടെ
വക്രതാ കേന്ദ്രത്തിൽ കൂടി പോകുന്നു, അതിലേ തന്നെ തിരിച്ചു പോയി ഫോക്കസിൽ കൂടി പോകുന്നു. സമാന്തരമായി പോകുന്ന ഫോക്കസിൽ കൂടി പോയി. രണ്ടും എവിടെയും കൂട്ടിമുട്ടുന്നില്ല, സമാന്തരമായി പോവുക ചെയ്യുന്നത്. സമാന്തര രേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ല. ഖണ്ഡിച്ചാലല്ലേ പ്രതിബിംബം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പ്രതിബിംബം എഫിൽ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനന്തതയിൽ വളരെ അകലത്തിൽ പ്രതിബിംബം ഇല്ല, പ്രതിപതന കിരണങ്ങൾ സമാന്തരമായി പോകുന്നു എന്ന്. അനന്തതയിലുണ്ടെന്ന് നമുക്ക് തോന്നിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ്. ഇനി അടുത്തത് എന്താണ്? പോളിനും എഫിനും ഇടയിൽ. അടുത്തൊന്നും കൂടെ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. ഇത് പറയാൻ വിട്ടുപോയി. എഫിൽ വസ്തു വെച്ചപ്പോൾ ഇങ്ങനെ. ഇനി എഫിനും പോളിനും ഇടയിൽ ഇത് വക്രതാകേന്ദ്രം, ഇത് എഫ്. ഇത് പോളിനും എഫിനും ഇടയിലാണ് വസ്തു വെക്കുന്നത്. നമുക്ക് നോക്കാം അവിടെ എന്താ ഉണ്ടാകുന്നതെന്ന്. വല്ലതും ഉണ്ടാകുമെന്ന് നോക്കാം. പോളിനും എഫിനും ഇടയിൽ വസ്തു വെച്ചു. ഓൾറെഡി നമുക്കറിയാം ഒരു കിരണം സമാന്തരമായി പോവുക ചെയ്യുന്നത്. സമാന്തരമായി ഇങ്ങോട്ട് പോയി അല്ലേ? എന്നിട്ട് അത് ഇതിലേ പോയി, എഫിൽ കൂടെ പോയി. ഞാൻ പെന്നു കൊണ്ട് വരയ്ക്കുന്നത് എന്താണെന്നോ നിങ്ങൾക്കത് ക്ലിയറായി കാണുന്നില്ലല്ലോ എന്നൊരു സംശയം എനിക്ക് തോന്നിയതാണ്. എഫ് പോയി അല്ലേ? ഇനി വക്രതാ കേന്ദ്രത്തിൽ കൂടി ഒരെണ്ണം പോകുന്നുണ്ട്. വക്രതാ കേന്ദ്രത്തിൽ കൂടെ പോകുന്നത് എന്ത് സംഭവിക്കുന്നു? വക്രതാ കേന്ദ്രത്തിൽ കൂടി പോകുന്നത് ഇങ്ങോട്ട് വക്രതാ കേന്ദ്രത്തിൽ കൂടി പോകുന്നത് തിരിച്ച് അതേ പാതയിൽ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അങ്ങോട്ട് പോകുന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പ്രതിബിംബം കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ഈ പോകുന്ന ഇത് ഇങ്ങോട്ടേക്കുള്ളത് നോക്കണ്ട, നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് നോക്കാം. ഇത് കണ്ടോ? ഇത് സാങ്കല്പികമാണ് കേട്ടോ, അല്ലാണ്ട് ഭയങ്കര ഇത് ശരിക്കും കിട്ടുന്നതല്ല. ഇവിടെ ഇവ കൂട്ടുമുട്ടുന്നില്ലേ? ഇത് ഈ മുഖ്യാക്ഷം ഇങ്ങനെ നീണ്ടു കിടക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ കൂട്ടിമുട്ടുന്നിടത്ത് നമുക്ക് പ്രതിബിംബം ഉണ്ടാകുന്നതായി തോന്നുന്നു. വസ്തുവിനേക്കാൾ വലുത് മിഥ്യാപ്രതിബിംബം ഒരിക്കലും ഇവിടെ കിട്ടത്തില്ല, നമുക്ക് തോന്നുന്നതാണ്. ഇവിടെ വരെയുള്ളൂ കറക്റ്റ്. ഇവിടുന്ന് പ്രതിപദിച്ച് അങ്ങോട്ട് പോയത് പിന്നെ കോൺകേവ് ദർപ്പണമാണ്, ഇങ്ങോട്ടേക്കൊന്നും വരത്തില്ല. പക്ഷെ നമ്മൾ സാങ്കല്പികമായി ചെയ്തിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അതായത് പോളിനും എഫിനും ഇടയിൽ വസ്തു വെക്കുമ്പോൾ ദർപ്പണത്തിന് പിന്നിൽ, അതായത് ദർപ്പണത്തിൻ്റെ മുൻവശം ഇതാണല്ലോ, പ്രതിപതന തല ഇതല്ലേ, പിന്നിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ദർപ്പണത്തിന് പിന്നിൽ പ്രതിബിംബം കിട്ടുന്നതായി തോന്നുന്നേ ഉള്ളൂ. അതായത് മിഥ്യാപ്രതിബിംബം, നിവർന്നത്, വലുത്. നമുക്കറിയാം നമ്മളിവിടെ വെച്ചതിനേക്കാൾ വലിയ പ്രതിബിംബം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. മിഥ്യയാണ് കേട്ടോ, അല്ലാതെ യഥാർത്ഥത്തിലുള്ളതല്ല. അപ്പം നോക്കിക്കേ, വസ്തു സിക്കപ്പുറം പ്രതിബിംബം സി ക്യു എഫിനും ഇടയ്ക്ക്, വസ്തു സിയിൽ പ്രതിബിംബം സിയിൽ തന്നെ, വസ്തു സി ക്യു എഫിനും ഇടയ്ക്ക് പ്രതിബിംബം സിക്കപ്പുറം, വസ്തു എഫിൽ പ്രതിബിംബം ഉണ്ടാകുന്നില്ല, സമാന്തരമായി കിരണങ്ങൾ പ്രതിപദിച്ചു പോകുന്നു, കൂട്ടിമുട്ടുന്നില്ല. ഇത് കൂട്ടിമുട്ടുന്നില്ല. പിന്നെ എഫിനും പോളിനും ഇടയ്ക്ക്, എഫിനും പി എന്ന് പറഞ്ഞാൽ പോളിനും ഇടയ്ക്ക് വെക്കുമ്പോൾ ഇവിടെയൊന്നും കിരണങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതങ്ങനെ അകന്നകന്ന് പോവുകയുള്ളൂ. ഇത് ഇവിടെ നമ്മൾ ഡോട്ടഡ് ലൈൻ ഇടുമ്പോൾ ഇവിടെ കൂടിച്ചേരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ഇതിനേക്കാൾ വലുത് മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ല, അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി ജസ്റ്റ് കോൺകേവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ച് ഇതേ പരീക്ഷണം നടത്തിയാലോ എന്ന് പറയുന്നുണ്ട്.
നമുക്ക് ഒരു ചിത്രം മാത്രം വരച്ച് നോക്കാം. എന്താണെന്ന് വെച്ചാൽ കോൺവെക്സ് ദർപ്പണങ്ങൾ. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലം ഉയർന്നിരിക്കുന്നതല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമല്ല. അത് എന്താണെന്ന് വെച്ചാൽ പ്രതിപതന തലം ഉയർന്നിരിക്കുന്നതുകൊണ്ട് കിരണങ്ങളെല്ലാം തട്ടിയിട്ട് അകന്നു പോകുന്നു. അപ്പം വിസ്താരം കൂടി എത്ര അകലെ എന്നുള്ള പ്രതിബിംബവും പിന്നെ രൂപവും അതിനകത്ത് പ്രതിഫലിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും സ്ക്രീനിൽ എടുക്കാൻ പറ്റത്തില്ല, മിഥ്യയാണ്. നമുക്ക് തോന്നും, നമുക്ക് അങ്ങനെ ഒരു ഇപ്പം വളവ് ചെരിഞ്ഞ് വരുന്ന വാഹനങ്ങൾ ഇപ്പുറത്തുനിന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ദർപ്പണത്തിൽ നോക്കിയാൽ. അതിൻ്റെ ആ വിസ്തൃതിയാണ് അതിന് കാരണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ജസ്റ്റ് അപ്പോൾ നമുക്ക് കോൺവെക്സ് ദർപ്പണം വരയ്ക്കാം. ഇതാണ് നമ്മുടെ കോൺവെക്സ് ദർപ്പണം. ഇതാണ് പ്രതിപതന തലം. നമുക്കതിൻ്റെ മധ്യബിന്ദുവൊക്കെ അടയാളപ്പെടുത്തി ഒരു മുഖ്യാക്ഷമൊക്കെ അങ്ങ് വരച്ച് വെക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രതിപതന തലമല്ലേ, ഇവിടെ അല്ല വക്രതാകേന്ദ്രം ഉണ്ടാകുന്നത്. ഈ കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത് ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ, അപ്പം ദർപ്പണങ്ങളെല്ലാം ഗോളത്തിൻ്റെ ഭാഗം എന്നല്ലേ പറഞ്ഞേ. അപ്പം ആ ഗോളത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ വരേണ്ടത്. അപ്പം ഇതൊരു ഗോളമാണെങ്കിൽ ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോൺകേവും കോൺവെക്സും ദർപ്പണം. അങ്ങനെയാണെങ്കിൽ ഗോളത്തിൻ്റെ കേന്ദ്രമല്ലേ വക്രതാകേന്ദ്രം. അപ്പോൾ ഇവിടെയല്ലേ വക്രതാകേന്ദ്രം വരണ്ടേ, ഫോക്കസ് ഇവിടെയായിട്ടല്ലേ വരേണ്ടത്. അപ്പം പിന്നെ എങ്ങനെ നമുക്ക് സിയിൽ വെക്കുന്നു എഫിൽ വെക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്? അപ്പോൾ ഇവിടെ പ്രതിപതന തലം ഇതായതുകൊണ്ട് ഇവിടെ എവിടെ നമുക്ക് മുഖ്യാക്ഷരത്തിൽ എവിടെ വേണമെങ്കിലും വെക്കാം. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ഒരു വസ്തു നമ്മൾ വെക്കുന്നു. ഓക്കെ, വസ്തു വെച്ചു. ഇനി ഒരു കിരണം ഇങ്ങോട്ട് വന്ന് തട്ടുമല്ലോ. ഒരു കിരണം ഇവിടെ വന്ന് തട്ടി. എന്നിട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കിരണം പിന്നെ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നതാണെങ്കിൽ തിരിച്ച് സമാന്തരമായി പോകും. പിന്നെ വക്രതാ കേന്ദ്രത്തിൽ കൂടി പോവുകയാണെങ്കിൽ ഫോക്കസിൽ കൂടി തിരിച്ചു പോകും. അല്ല, ഫോക്കസിൽ കൂടി വരുവാണെങ്കിൽ സമാന്തരമായി പോകും. അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ വക്രതാ കേന്ദ്രത്തിൽ കൂടി വരുന്ന വക്രതാ കേന്ദ്രത്തിൽ കൂടി തന്നെ തിരിച്ചു പോവുകയുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ കോൺകേവ് ദർപ്പണത്തിന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇത് ഇവിടെ വന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് അങ്ങോട്ടേക്ക് അങ്ങ് പ്രതിഫലിക്കുക ചെയ്യുന്നത് ഉണ്ടോ, ഇങ്ങോട്ടേക്ക് പ്രതിഫലിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ വെറുതെ ഒരു ഡോട്ട് ലൈൻ അങ്ങിടും. നേരത്തെ നമ്മൾ മിഥ്യ പ്രതിബിംബം കണ്ടല്ലോ, അതുപോലെ ഡോട്ട് ലൈൻ ഇടും അല്ലേ. എന്നിട്ടോ അത് ഇങ്ങനെ പ്രതിപദിച്ച് പോകുന്ന പോലെ ഇവിടെയും നമ്മളൊരു ഡോട്ട് ലൈൻ ഇട്ട് ഇവിടെ നിന്ന് ഒരു കിരണം ഇങ്ങോട്ട് വന്ന് തട്ടുവാണെങ്കിലും ഇങ്ങനെയല്ലേ പോകുള്ളൂ. അതൊന്നും വേണ്ട നമുക്ക്, ജസ്റ്റ് ഇങ്ങനെ ഇത് മതി. ഇനി വേറൊന്ന് ഇവിടെ തന്നെ ഞാൻ വരയ്ക്കുകയെന്ന്, ഇതിൽ കൂടുതലായിട്ട് വരച്ച പരീക്ഷണങ്ങൾ നടത്തി നിങ്ങളെ പിന്നെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇനി ഒരു കിരണം നമുക്ക് വക്രത കേന്ദ്രത്തിൽ കൂടി പോകാമെന്ന് വിചാരിച്ചോ. വേറൊന്നും കൂടെ വരയ്ക്കും. ഇത് പോള്, ഇത് വക്രതാ കേന്ദ്രമാണെങ്കിൽ ഇത് എഫ്. ഇനി ഒരെണ്ണം വക്രതാ കേന്ദ്രത്തിൽ കൂടി വരിക. കേന്ദ്രത്തിലേക്ക് വരിക എന്ന് പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇങ്ങോട്ടേക്ക് നമ്മൾ ഡോട്ട് തിരിച്ചത് അതിൽ തന്നെയല്ലേ പോകുന്നത്. ഇങ്ങോട്ട് വരുന്നു, അത് തിരിച്ച് അങ്ങോട്ട് പോകുന്നു.
അതുപോലെ തന്നെ വേറൊന്ന്, ഇതൊന്നും ജസ്റ്റ് അത് കൺഫ്യൂഷൻ ആക്കുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞേക്കാം. ഇനി ഇവിടേക്കിതാ ഒരു കിരണം ഇങ്ങോട്ട് പതിക്കുന്നു. അത് ഇതിലെ അതേ ഈ കോണളവിൽ പ്രതിപദിക്കുന്നു എന്ന് ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങോട്ടേക്ക് പ്രതിപദിക്കുന്നു ഈ കോണളവിൽ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെയൊക്കെ കിട്ടുന്നത് എന്താണ്? മിഥ്യാപ്രതിബിംബങ്ങളാണ് കിട്ടുന്നത്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് നോക്കണ്ട, ജസ്റ്റ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയില്ലേ, പിന്നെ കോൺവെക്സ് ദർപ്പണങ്ങൾ വളരെ വിസ്താരമുള്ള പ്രദേശങ്ങളിൽ നിന്നും പ്രകാശരശ്മികളെ സ്വീകരിക്കാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഇങ്ങനെ ദർപ്പണം, അല്ലെങ്കിൽ ഇത് ദർപ്പണം, ഇതിൻ്റെ ഇത് ഇത്രയും ദർപ്പണമാണെങ്കിൽ ഇത്രയും ഇങ്ങനെയല്ലേ വിവ്രജിച്ച് അല്ലെങ്കിൽ അകന്നു പോകുന്നത്. ഇത്രയും വിസ്താരമുള്ള എത്ര അകലത്തിൽ നിന്നും എത്ര വിസ്താരത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, രശ്മികളെ സ്വീകരിക്കാൻ കഴിയും. അതിൻ്റെ പ്രതിപതന തലം ഇത്രയാണ്. മറ്റേ ദർപ്പണം എന്ന് പറഞ്ഞാൽ കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പ്രതിപതന തലം ഇതാണ്. പക്ഷേ ഇതിനോ എത്ര അകലെയെന്ന് വേണേലും അതിന് വിസ്താരം കൂടുതലാണ്. എത്ര അകലെന്നുള്ള കിരണങ്ങളും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞില്ലേ, പ്രകാശരശ്മികളെ സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ വളവുകളിൽ ഇത്തരം ദർപ്പണങ്ങൾ സ്ഥാപിച്ചാൽ ഇരുവശത്തു നിന്നും വരുന്നവർക്ക് ദർപ്പണത്തിൽ തടസ്സങ്ങളെ കാണാൻ കഴിയും. വളവുകളിൽ കോൺവെക്സ് ദർപ്പണം സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശം ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുത്തുകൂടെ? അത് ജസ്റ്റ് അതിനകത്ത് പറയുന്നേ ഉള്ളൂ. അപ്പോൾ വളവുകളിൽ എന്തുകൊണ്ടാണ് കോൺവെക്സ് ദർപ്പണം വെക്കുന്നതെന്നുള്ള ഒറ്റ പോയിന്റിൽ നമുക്ക് പറയാം. കോൺവെക്സ് ദർപ്പണത്തിന് വളരെ ദൂരത്തു നിന്നും വിസ്താരം ഉള്ള പ്രദേശങ്ങളിൽ നിന്നും പിന്നെ പ്രകാശരശ്മികളെ സ്വീകരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് വളവുകളിലൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ വളവുകളിൽ നിന്നൊക്കെ കയറി വരുന്ന തടസ്സങ്ങളെയൊക്കെ നമുക്ക് ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പോയിൻ്റ് പറയാം, അപവർത്തനം. ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയിട്ട് അടുത്ത ദിവസം കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുക്കാം, അല്ലേ? അപവർത്തനം. പിന്നെ നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ചാപ്റ്ററിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ പുറകിലുള്ളത് കൂടാതെ വിശദീകരിച്ചുള്ള ചോദ്യോത്തരങ്ങൾ ഈ പിന്നെ ചാനലിൽ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് പ്രകാശപാതയിലൂടെയുള്ള പ്രധാന ചോദ്യോത്തരങ്ങൾ എന്നും പറഞ്ഞ് ഓഡിയോ പറഞ്ഞ് തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ അത് നോക്കുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പോൾ അല്ല, ചാപ്റ്റർ കഴിയുമ്പോൾ. ഓക്കെ, നമുക്ക് നോക്കാം. കടയിലെ മിഠായി ഭരണിയിൽ കിടക്കുന്ന വലിയ മിഠായിക്ക് വേണ്ടി ഒരു കുട്ടി കടക്കാരനുമായിട്ട് വല്ലാണ്ട് തർക്കിക്കുന്നു. കടയിടമ ഏത് മിഠായി എടുത്തു കൊടുത്താലും അവൻ പറയുന്നു അതല്ല, ഭരണിക്കുള്ളിൽ അതിലും വലിയതുണ്ട്, ചില്ല് ഭരണിയാണേ, അത് ഓർക്കണം. അവസാനം ആ കൊച്ചിനോട് തന്നെ കടയിടമ എടുത്തോളാൻ പറഞ്ഞു. അവൻ കൈയിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടും കിട്ടുന്നില്ല വലിയ മിഠായി. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ചാൽ, ഏതൊരു വസ്തുവിനെയും നമ്മൾ കാണുന്നത് വസ്തുവിൻ്റെ മുകളിൽ പ്രകാശം തട്ടിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴാണ് വസ്തുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. ഇരുട്ടുമുറിയിൽ ഒരു വസ്തു ഇരുന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇരുട്ടുമുറിയിൽ പ്രകാശമില്ലല്ലോ. പ്രകാശം വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണിലേക്ക് പ്രതിഫലിച്ചാൽ മാത്രമേ നമുക്ക് വസ്തുവിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പ്രകാശകിരണങ്ങൾ ചില്ലിൽ കൂടെയാണ് മുട്ടായിലേക്ക് പതിച്ചത്. എന്നിട്ട് വീണ്ടും മുട്ടായിയിൽ നിന്ന് ചില്ലും കടന്നാണ് കുട്ടിയുടെ ദൃഷ്ടിയിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ രണ്ട് മാധ്യമങ്ങളുണ്ട് പ്രകാശം കടന്നു പോകുന്നത്. ഒന്ന് വായു എന്ന മാധ്യമം, പിന്നെ ചില്ല് അല്ലെങ്കിൽ ഗ്ലാസ് എന്ന മാധ്യമം. അതിൽ കൂടെ കടന്ന് വീണ്ടും അത് ഗ്ലാസ്സിൽ കൂടി തിരിച്ച് വായുവിലേക്ക് എത്തിയിട്ടാണ് കുട്ടിയുടെ കണ്ണിലേക്ക് വന്നത്. അപ്പോൾ രണ്ട് മാധ്യമങ്ങൾ കടന്നിട്ടാണ് പ്രതിപദിച്ച കണ്ണിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനം വലുതായിട്ട് കുട്ടിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താണ്.
എന്തായിരിക്കും ഇതിന് കാരണം? ഞാൻ പഠിച്ച പ്രതിപതനവുമായി ഇതിന് ബന്ധമൊന്നുമില്ല. കാരണം മിഠായിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം സ്ഫടികപാത്രത്തിൽ നിന്ന് ചില്ലുപാത്രത്തിലൂടെ പുറത്തു വന്ന് നമ്മുടെ കണ്ണിൽ പതിച്ചതാണ്. ഇവിടെ പ്രകാശം ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചു? വായുവിൽ നിന്ന് സ്ഫടികത്തിലേക്ക്, അതായത് വായുവിൽ നിന്ന് ചില്ലുകുപ്പിയിലേക്ക്, അവിടെ നിന്ന് വീണ്ടും വായുവിലേക്ക്. അപ്പോൾ പ്രകാശപാതയ്ക്ക് മാറ്റമുണ്ടാകാൻ ഇടയുണ്ടോ? അന്ന് വീട്ടിലെത്തി ഇത് മാറ്റം ഇടയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനാണ് ഒരു പരീക്ഷണം പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പരീക്ഷണത്തിനെപ്പറ്റി വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം അത് പറയണ്ട, കാരണം അത് വേറൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു സ്ഫടിക കട്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്, ചില്ലിൻ്റെ കട്ട. ഇതിപ്പോൾ എന്താ പറയേണ്ട, നിങ്ങളിത് ഒരു സ്ഫടിക കട്ടയാണെന്ന് സങ്കല്പിച്ചോളുക. ഇതൊരു സ്ഫടിക കട്ടയാണെങ്കിൽ പ്രകാശം ഇതിലേ പതിച്ച് ഈ സ്ഫടിക കട്ടയ്ക്കുള്ളിൽ കൂടി പുറത്ത് വരണ്ടേ? ഇതിലേ പതിച്ച് സ്ഫടികക്കട്ടയ്ക്കുള്ളിൽ കൂടി പുറത്തേക്ക് വരണം. ഈ സ്ഫടികക്കട്ടയുടെ ഒരു ചിത്രമാണ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ ദീർഘചതുരത്തിലേ വരയ്ക്കാൻ പറ്റുള്ളൂ, കട്ടയുടെ രീതിയിൽ വരയ്ക്കാൻ പറ്റത്തില്ല. അതായത് ഇങ്ങനെയുള്ളൊരു ചില്ലുകട്ടയിൽ കൂടി പ്രകാശം കടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ചില്ലുകട്ടയുടെ മുകളിൽ കൂടി പ്രകാശം ആദ്യം വന്നു, ചില്ലിൽ പതിച്ചു. ഇത് വായുവാണേ. വായു, ഇവിടെ ഗ്ലാസ്, അതായത് സ്ഫടികം. വായുവിൽ കൂടി വന്നു, ഇവിടെ നിന്നു. ഇനി ഈ കിരണം എങ്ങനെ പോകണം? ഇവിടെയും വായുവായിരുന്നെങ്കിൽ നേരെ ഈ ഡോട്ടഡ് ലൈനിൽ കൂടിയാണ് പോകേണ്ടത്. പക്ഷേ ഇത് ചില്ലായതുകൊണ്ട് ആ കിരണത്തിന് ഇവിടെ ഒരു ചെരിവ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു വ്യതിയാനം സംഭവിച്ചു. എന്നിട്ട് അത് ചില്ലിൽ കൂടി ഇങ്ങോട്ട് വന്നിട്ട് അത് ശരിക്കും ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. ഇതിങ്ങനെ ഇതും ചില്ലായിരുന്നെങ്കിൽ അത് ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഇവിടം കൊണ്ട് ചില്ല് കഴിഞ്ഞു, അതായത് ഗ്ലാസ് കഴിഞ്ഞു, പിന്നെ ഇങ്ങോട്ടേക്ക് വായുവാണ്. അപ്പോൾ അത് ഇവിടെ വെച്ചും ഈ കിരണത്തിന് വ്യതിയാനം സംഭവിച്ചു, അല്ലെങ്കിൽ ചെരിവ് സംഭവിച്ചു. ഇവിടെ വെച്ചും ഈ കിരണത്തിന് ചെരിവ് അല്ലെങ്കിൽ വ്യതിയാനം സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രകാശം ഒരു മാധ്യമത്തിൽ, വായു എന്ന മാധ്യമത്തിൽ കൂടി കടന്ന് ഗ്ലാസ്സിലേക്ക് വന്നു, ഗ്ലാസ്സിൽ നിന്ന് വീണ്ടും വായുവിലേക്ക് പോയി. അപ്പം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക്, ഗ്ലാസ്, വായു, ജലം, വജ്രം, ഇതിനൊക്കെ വ്യത്യസ്ത സാന്ദ്രതയാണുള്ളത്. വായുവിനേക്കാൾ സാന്ദ്രതാ വ്യത്യാസമുണ്ട് ഗ്ലാസ്സിന്, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ഗ്ലാസ്സിന്. സാന്ദ്രതാ വ്യത്യാസമുള്ള വേറൊരു മാധ്യമത്തിലേക്ക് പ്രകാശകിരണം പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച്, ഇത് വായു, ഇത് ഗ്ലാസ്, വിഭജനതലം ഇവിടെയാണ്, വിഭജനതലത്തിൽ വെച്ച് പ്രകാശപാതയ്ക്ക് വ്യതിയാനം, അതായത് ചെരിവ് സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. ഇന്ന് ഇത് നോക്കാണ്ട് നമുക്ക് ഇവിടെ നോക്കാം. ഗ്ലാസ്സിൽ കൂടി ഒരു കിരണം വന്നിട്ട് വായുവിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് വന്നപ്പം നേരെ വരേണ്ടതിന് പകരം ചെരിവ് സംഭവിച്ചു. മാധ്യമം മാറിയില്ലേ, ഇവിടെ വീണ്ടും വായുവായില്ലേ. ഇത് സാന്ദ്രത കുറഞ്ഞ വായു, ഇത് സാന്ദ്രത കൂടിയ ഗ്ലാസ്, വീണ്ടും സാന്ദ്രത കുറഞ്ഞ വായു. ഇവിടെ ഈ ഡോട്ടിട്ട് വരച്ച് വെച്ചേക്കുന്നത് ലംബമാണ്. ഈ ലംബവും ഇവിടെയും ലംബം വരച്ചിട്ടുണ്ട്. ആ ലംബം വരച്ചതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, സാന്ദ്രതാ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശകിരണം കടക്കുമ്പോൾ, സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് സാന്ദ്രത കൂടിയതിലേക്ക് കടക്കുമ്പോൾ ലംബത്തോട് ഇങ്ങനെ പോകുന്നതിന് പകരം ഇതിങ്ങോട്ട് അടുത്തില്ലേ, അപ്പം ലംബത്തോട് അടുക്കുന്നു. എന്നാൽ സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ ഈ ലംബത്തിൽ നിന്നും ഇതിലേ പോകേണ്ടതിന് പകരം അകന്നുപോയി. അപ്പം ലംബത്തിൽ നിന്നും അകലുന്നു. സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വന്നപ്പം ലംബത്തോടടുക്കുന്നു. സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വന്നപ്പോൾ ലംബത്തിൽ നിന്നും അകലുന്നു. എന്താണ് അകലുന്നത്? പ്രകാശകിരണം. അതാണ് ഇവിടെ ഈ വര കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതായത് ചില്ല് കട്ട, സ്ഫടിക കട്ട, അതിൽ കൂടി ഒരു പ്രകാശം കടക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ കിരണത്തിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ പരീക്ഷണം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപവർത്തനം എന്നാൽ എന്തെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഇതാ പരീക്ഷണം ചെയ്യുന്നതിനെ പറ്റി കേട്ടോ.
ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ അതിൻ്റെ പാതയിലുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. പ്രകാശം ശൂന്യതയിൽ നിന്ന് വായു, ജലം, സ്ഫടികം, വജ്രം എന്നിങ്ങനെ സാന്ദ്രത കൂടിയ ഏതു മാധ്യമത്തിലേക്ക് പ്രവേശിച്ചാലും അവയുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശപാത വ്യതിചലിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വായു കുറച്ചും കൂടെ സാന്ദ്രത കൂടിയത് ജലം, ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയത് ചില്ല് അല്ലെങ്കിൽ സ്ഫടികം, അതിലും സാന്ദ്രത കൂടിയത് വജ്രം. ഇങ്ങനെ ഓരോന്നിലേക്ക് കടക്കുമ്പോഴും വ്യതിയാനം സംഭവിക്കുന്നു പ്രകാശകിരണങ്ങൾക്ക്. ഇനി എന്തുകൊണ്ട് പ്രകാശപാത വ്യതിചലിക്കുന്നു നമുക്ക് നോക്കാം. പ്രകാശം ശൂന്യതയിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. അതായത് ഒരു സെക്കൻഡിൽ ഇത്രയും വേഗതയിലാണ് ശൂന്യതയിൽ പ്രകാശം സഞ്ചരിക്കുന്നത്. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത പ്രകാശ വേഗതയെ സ്വാധീനിക്കുന്നു. അതായത് സാന്ദ്രത കൂടുന്നതിനുമ്പം പ്രകാശ വേഗത കുറയുന്നു കേട്ടോ. സാന്ദ്രത കുറയുമ്പം പ്രകാശ വേഗത കൂടുന്നു, സാന്ദ്രത കൂടിയാൽ പ്രകാശ വേഗത കുറയുന്നു. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് മനസ്സിലാകും. പ്രകാശ സാന്ദ്രതയിൽ അല്പം മാത്രം വ്യത്യാസമുള്ള ശൂന്യതയിൽ നിന്ന് വായുവിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്പം മാത്രം വ്യതിയാനവും, പ്രകാശിക സാന്ദ്രതാ വ്യത്യാസം വളരെ കൂടിയ വജ്രത്തിലേക്ക് കടക്കുമ്പോൾ കൂടിയ വ്യതിയാനവും ഉണ്ടാകും. അപവർത്തനത്തിന് കാരണം മാധ്യമങ്ങളുടെ സാന്ദ്രതയ്ക്കനുസരിച്ച് അവയിൽ ഓരോന്നിലുള്ള പ്രവേഗ വ്യത്യാസമാണ്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രകാശത്തിൻ്റെ പ്രവേഗം, അതായത് വേഗത. ശൂന്യതയിൽ ഇതാണ്. ജലം കുറച്ചും കൂടെ സാന്ദ്രത കൂടിയതാണ്, അപ്പോൾ വേഗത ഇത്രയും. സ്ഫടികം ഈ ജലത്തിനേക്കാൾ സാന്ദ്രതയുണ്ട്, അപ്പം ഇതാ. പിന്നെ സ്ഫടികത്തിനേക്കാൾ സാന്ദ്രത വജ്രത്തിന്, അപ്പം ശൂന്യതയേക്കാൾ ഏറ്റവും കൂടുതൽ വജ്രത്തിനാണ്. അപ്പം വജ്രത്തിൽ പ്രകാശത്തിൻ്റെ സ്പീഡ് ഇതിനെല്ലാത്തിനനുസരിച്ച് ഇത് കുറവാണ്. മനസ്സിലായല്ലോ. ഇനി അപവർത്തനം നടക്കുമ്പോൾ സാധാരണയായി കണ്ടുവരുന്ന പ്രത്യേകതകളാണ് പതനകിരണം, അപവർത്തനകിരണം. അത് ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം, അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ഇതാ ഈ കിരണം, ഇതാണ് പതനകിരണം. പതനകിരണം ആ വേടിൽ തന്നെ അതുണ്ട്. പതിക്കുന്ന കിരണമാണ് പതനകിരണം. ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കിരണത്തിന് അപവർത്തനം സംഭവിച്ചു. അപ്പോൾ ഇത് അപവർത്തന കിരണം. അപവർത്തന കിരണം, ഇതും അപവർത്തന കിരണമാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നില്ലേ. അപ്പോൾ പതിക്കുന്ന കിരണം പതനകിരണം, അപവർത്തനം ഉണ്ടാക്കുന്ന കിരണം അപവർത്തന കിരണം. അപ്പം നമുക്ക് നോക്കാം. പതനകിരണം, അപവർത്തന കിരണം, പതന ബിന്ദുവിലെ ലംബം. അതായത് നമ്മളിവിടെ പറഞ്ഞ ഈ പതിക്കുന്ന ബിന്ദുവിലെ ലംബം, ഇതാ ഇവിടെ ലംബമുണ്ട്, ഇവിടെ ലംബമുണ്ട്. പതന ബിന്ദുവിലെ ലംബം ഇവ ഒരേ തലത്തിലായിരിക്കും. ഇനി അപവർത്തനം നടക്കുന്നത് മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ്. അത് നമുക്കറിയാം. രണ്ട് മാധ്യമത്തിൻ്റെയും വായു, ഗ്ലാസ്, അതിൻ്റെ വിഭജന തലം ഇവിടെയല്ലേ, ഇവിടെ വെച്ചിട്ടല്ലേ അപവർത്തനം സംഭവിക്കുന്നത്. അപവർത്തനം സംഭവിക്കുന്നത് മാധ്യമങ്ങളുടെ വിഭജനത്തിൽ വെച്ചാണ്. സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് കടക്കുമ്പോൾ പ്രകാശബീം ലംബത്തോടടുക്കുന്നു. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് കടക്കുമ്പോൾ ലംബത്തിൽ നിന്ന് അകലുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് കടക്കുമ്പോൾ ലംബത്തിനോട് അടുക്കുന്നു. ഇതിലേ പോകേണ്ടതിന് വരും ഇങ്ങോട്ട് അടുത്തു. ഇനി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് കടക്കുമ്പോൾ ലംബത്തിൽ നിന്നും അകലുന്നു. ഓക്കെ. ലംബമായി പ്രവേശിക്കുന്ന കിരണങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. അതായത് കുത്തനെ ഒരു കിരണം ഇങ്ങനെ കുത്തനെ വരികയാണെങ്കിൽ അതിന് വ്യതിയാനം സംഭവിക്കുന്നില്ല. കുത്തനെ വരികയാണെങ്കിൽ, കുത്തനെ വരുവാണെങ്കിൽ അത് ഒരു വ്യതിയാനം സംഭവിക്കാതെ നേരെ അങ്ങ് പോകും. ഇനി അപവർത്തനത്തിൻ്റെ ചില പ്രായോഗിക ഫലങ്ങൾ. അസ്തമനത്തിന് ശേഷം അല്പനേരം കൂടി സൂര്യനെ കാണാൻ കഴിയുന്നു. സൂര്യൻ അസ്തമിച്ചാലും കുറച്ച് നേരം കൂടെ സൂര്യനെ നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ ഒന്നെന്താണെന്ന് വെച്ചാൽ ജലാശയത്തിന് ആഴം കുറഞ്ഞതുപോലെ തോന്നുന്നു. നമുക്കറിയാം, നമ്മൾ ഈ നിറഞ്ഞ് കിടക്കുന്ന കുളത്തിൻ്റെയൊക്കെ അടുത്ത് ചെന്നാൽ എന്താ സംഭവിക്കുന്നത്? അടുത്ത് ചെല്ലുമ്പോൾ കുളത്തിന് ആഴമുള്ള പോലെ തോന്നും. ഇച്ചിരി കൂടെ അകന്ന് നമ്മൾ പുറകോട്ട് മാറും തോറും കുളത്തിൻ്റെ ആഴം കുറഞ്ഞതായിട്ട് തോന്നുന്നു. അതൊക്കെ അപവർത്തനത്തിൻ്റെ അപവർത്തനം. അതായത് നമ്മളിപ്പം കുളത്തിന് ഉള്ളിലേക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രകാശകിരണം വായുവിൽ കൂടി വന്ന് ജലത്തിലേക്ക് ടച്ച് ചെയ്ത് ജലത്തിൽ നിന്ന് ഭൂമിക്ക് അതിൻ്റെ അടിയിലേക്ക് പോകണ്ടേ. അപ്പോൾ തിരിച്ച് ആ കിരണം പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തണ്ടേ. അപ്പം ശരിക്കും ഏറ്റവും താഴെയുള്ള സാധനത്തിന് നമുക്ക് കുറച്ച് മുകളിലായിട്ട് തോന്നും, അല്ലെ ആഴം കുറഞ്ഞതായിട്ട്, ഒത്തിരി ആഴമുള്ളതും ആഴം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, പ്രിസം.
ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടി സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ അത് വിബ്ജിയോർ, അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഈ കളറിൽ പ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്നു. പ്രകാശം ഘടകവർണ്ണങ്ങളായി പിരിയുന്നതാണ് നമ്മുടെ മഴവില്ലൊക്കെ നിങ്ങൾ കാണാറില്ലേ, മഴവില്ല. നമുക്ക് തന്നെ മഴവില്ലിൻ്റെ ഒരു രൂപം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ വായിൽ നിറച്ച വെള്ളമെടുത്തിട്ട് സൂര്യന് പുറംതിരിഞ്ഞ് നിന്നിട്ട് വെള്ളം വളരെ ശക്തിയായി ഇങ്ങനെ ചീറ്റിയാൽ പിന്നെ മഴവില്ല് പോലെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. എല്ലാ കളറൊന്നും കറക്റ്റ് കിട്ടിയില്ലെങ്കിലും ഏകദേശം കുറേയൊക്കെ നമുക്ക് കിട്ടും. അപ്പം പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നു ഇവിടെ. അതായത് പ്രിസത്തിൽ കൂടി സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ. ഇത് ഓർത്ത് വെച്ചുകൊള്ളുക. നമ്മളിനി അങ്ങോട്ടേക്ക് ഈ വിബ്ജിയോറൊക്കെ ആവശ്യമുണ്ട്, കുറേ കാര്യങ്ങൾ വേണം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, മറുപടി തരുന്നതായിരിക്കും. പിന്നെ പല ആൾക്കാരും പിന്നെ കഴിഞ്ഞ വർഷത്തെ ഇനി മുന്നേ ഉള്ള വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ഒന്ന് വിശകലനം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിന് മുകളിലുള്ള എല്ലാ കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ ഒരു 3-4 ചോദ്യങ്ങളിൽ ഞാൻ വിശകലനം ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം വരെയുള്ളത്, കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയും അന്ന് തന്നെ വിശകലനം ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവരും ഈ ചാനലിൽ കയറി നോക്കിയാൽ അറിയാം. മാതൃകാ ചോദ്യപേപ്പർ അല്ലെങ്കിൽ പിന്നെ ഇന്ന ഇയറിലെ 2003 നടന്ന പരീക്ഷയുടെ ചോദ്യോത്തര വിശകലനം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കുക. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.